ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്ലറയുടെ കലവറയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു രസപ്പൊടി ഉണ്ടാക്കി നമുക്കൊരു രസം വയ്ക്കാം. അതാണ് ഇന്നത്തെ പരിപാടി. അടിപൊളി രസം വയ്ക്കാനുള്ള പരിപാടിയിലാണ്. ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് നമുക്ക് അതിലാദ്യം തന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഒരു 10-12 വറ്റൽ മുളക് നമുക്ക് അതിലിട്ടേക്ക് ആദ്യം വറുത്തെടുക്കാം. നമ്മൾ ആദ്യം രസപ്പൊടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുള്ള പരിപാടിയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മുളക് വറുത്തെടുത്തിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ഒരു 3 സ്പൂൺ മല്ലി, പച്ച മല്ലിയാണ് നമ്മൾ കഴുകി ഉണക്കിയെടുത്താണ്. പച്ച മല്ലി അതിലേക്ക് ഇടാം. അതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ ഉലുവ, പച്ച ഉലുവ കൂടി നമുക്ക് അതിലിടാം. ഉലുവ ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു 1/4 സ്പൂൺ സാദാ ജീരകം, നല്ല ജീരകം, ആ ജീരകം കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഏകദേശമായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 2 സ്പൂൺ കുരുമുളക്, കഴുകി വൃത്തിയാക്കി ഉണക്കിയ കുരുമുളക്, അതായത് നമ്മളെ മല്ലി അളന്ന് അതേ സ്പൂണിന് തന്നെ 2 സ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ആ കുരുമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അതിലേക്ക് നമുക്കിനി അതേപോലെ തന്നെ 2 സ്പൂൺ തുവരപ്പരിപ്പ്, നമ്മൾ സാമ്പാറിന് എടുക്കുന്ന പരിപ്പ്, ആ തുവരപ്പരിപ്പ് കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് വറുത്തെടുക്കണം. അതിലേക്ക് നമുക്ക് കറിവേപ്പില, ഒരു 2 ഇതൾ കറിവേപ്പില നമുക്ക് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ വറുത്തെടുക്കണം. കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ പൊടിഞ്ഞ് വരത്തക്ക രീതിയിൽ വറുത്ത് കിട്ടും. ഇനി നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ച മുളക് നല്ലതുപോലെ മൂത്തിട്ടില്ലായിരുന്നു, ആ മുളക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് അതുപോലെ തന്നെ 1 സ്പൂൺ കായപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ആ കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്നിളക്കി. ഇപ്പോഴത്തന്നെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ ആ കറിവേപ്പിലേക്ക് മൂത്തതുപോലെ നമ്മൾ കൈ കൊണ്ടെടുക്കുമ്പോൾ തന്നെ നല്ല പൊടിഞ്ഞ് വരും. അപ്പോൾ ഇനി നമുക്ക് കൂട്ട് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട്, നല്ല ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. രസപ്പൊടി തയ്യാർ. നല്ല നാടൻ രസപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് രസം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പുളി എടുക്കാം. പുളി നല്ലതുപോലെ കുതിർത്തെടുക്കണം, അലിയിച്ചെടുക്കണം. അതിൻ്റെ ഒരു തക്കാളി നമ്മളെടുത്തിട്ട് മിക്സിയിൽ ഇതുപോലെ അടിച്ച് പേസ്റ്റാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം രസം വയ്ക്കാനായിട്ട് ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എന്ന് ചതച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ഉള്ളി, 1-2 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതൊന്ന് മൂത്ത് വരണം നല്ലതുപോലെ. ഏകദേശം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളി അടിച്ച് വെച്ചത്, തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുകയാണ്. തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്താലും മതി, അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന ഇതിലാണ്. ഇതിലേക്ക് നമുക്ക് രസത്തിന് ആവശ്യമായ ഉപ്പ്, നമ്മൾ എത്രത്തോളം രസം ഉണ്ടാക്കുന്നു അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം. ഇപ്പോൾ 1 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മുടെ നാടൻ രസപ്പൊടി ഒരു 2-2.25 സ്പൂൺ രസപ്പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ പൊടിയൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരും. നമ്മളെ പൊടിയെല്ലാം എണ്ണയിൽ മൂത്തതാണ്, അതുകൊണ്ട് ഒരുപാട് സമയം ഇടേണ്ട. അപ്പോഴും തന്നെ നമുക്ക് പുളി അലിയിച്ചെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് വെള്ളം മാത്രമാണ് ഒഴിച്ച് അതിന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. കാര്യം തുവരപ്പരിപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ശകലം വെന്ത് കിട്ടാൻ വേണ്ടി അല്പസമയം. അതിന് ശേഷം നമുക്ക് എത്രത്തോളം വെള്ളം ചേർക്കാവോ, എത്രത്തോളം കട്ടി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഈ പരുവത്തിൽ എടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് തിളയ്ക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. നല്ലതുപോലെ വെട്ടി തിളച്ച് നമ്മുടെ രസം ഉപ്പെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം രസത്തിന് ആവശ്യം മല്ലിയിലയാണ്. മല്ലിയില ഇട്ടാലേ രസത്തിന് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമുക്ക് മല്ലിയില, തീ അണച്ചെങ്കിലും നമ്മുടെ മൺചട്ടി ആയതുകൊണ്ടാണ് തിളയ്ക്കുന്നത്. അപ്പോൾ മല്ലിയില ഇട്ടു. ഇതുപോലെ നമുക്ക് തണുക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ള രസം കിട്ടും. നിങ്ങളെല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി രസപ്പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, ബാക്കി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാം. ഓക്കെ, സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ.